നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. വിൻസെന്റ് MLA കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണത്. കാർ കരമന കളിയിക്കാവിള പാതയിൽ പ്രാവച്ചമ്പലത്തിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടമുണ്ടാകുകയായിരുന്നു. MLAയ്ക്കും കൂടെ ഉണ്ടായിരുന്നയാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. വിൻസെന്റ് കോവളം നിയോജക മണ്ഡലം MLA ആണ്. ബാലരാമപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴിയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അപകടം നേരിടേണ്ടി വന്നത്. സ്കൂട്ടർ യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നു. നിസാര പരിക്കേറ്റ MLAയും കൂടെ ഉണ്ടായിരുന്ന ആളെയും പോലീസ് ബാലരാമപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും MLAയുടെ കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസമയം ചില നിർണായകമായ ആരോപണങ്ങൾ വിൻസെന്റ് MLA ആരോപിച്ചിരുന്നു. അതായത് KSRTC സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ലെന്ന് കാണിച്ച് മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതര പിശകുകൾ ഉണ്ടെന്നായിരുന്നു കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടന ആയ TDFന്റെ പ്രസിഡന്റ് കൂടിയായ വിൻസെന്റ് MLA ആരോപിച്ചിട്ടുള്ളത്. 50 ഇലക്ട്രിക് ബസ്സുകൾ PMI എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയതിൽ ക്രമക്കേടുകളുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരുന്നു. 50 ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസ് ഉടമ്പടിയും വാങ്ങുന്നതിന് മുമ്പ് ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും മാനേജ്മെന്റ് പുറത്തുവിടണമെന്നൊരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പുതിയ ബസ്സുകളിൽ റിജക്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നതായി പറയുന്നുണ്ട്. മാനേജ്മെന്റ് കണക്കുകൾ പ്രകാരം ഒരു ഇലക്ട്രിക് ബസ്സിന് 6200 രൂപ പ്രതിദിന വരുമാനവും 4752 രൂപ പ്രതിദിന ചെലവുമാണ്. എന്നാൽ യഥാർത്ഥ ചെലവിൽ വായ്പാ തിരിച്ചടവും ബസ്സിന്റെ ബാറ്ററി മാറുന്ന തുകയും കൂട്ടിയാൽ 4546 രൂപ കൂടി ചെലവ് വരും. അങ്ങനെയെങ്കിൽ ഒരു ഇലക്ട്രിക് ബസ്സിന് പ്രതിദിനം 9299 രൂപയാണ് യഥാർത്ഥ ചെലവ്. ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം 3273 രൂപയും പ്രതിവർഷം 11.78 ലക്ഷം രൂപയെ നഷ്ടം വരുത്തും. 50 ബസ്സുകൾക്ക് പ്രതിവർഷം 5.89 കോടിയാണ് നഷ്ടം. തെറ്റായ മാനേജ്മെന്റ് നടപടികളാണ് KSRTCയുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം. ജീവനക്കാരുടെ NBS, NTR, PF തുടങ്ങിയ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന 1 രൂപ പോലും അവർക്ക് നൽകുന്നില്ല. പെൻഷൻ ആനുകൂല്യങ്ങൾ 1.5 വർഷമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. KSRTCയെ മുച്ചോട് മുടിച്ച് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റിനെ പുറത്താക്കി കൃത്യമായി ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകാനുള്ള നടപടി പുതിയ ഗതാഗത മന്ത്രി സ്വീകരിക്കണം. ക്രമവിരുദ്ധമായ കരാർ നിയമനങ്ങൾ KSRTCയിലും സ്വിഫ്റ്റിലും തുടരുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ വിൻസെന്റ് MLA ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.